ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പാർക്കിൽ എന്തോ പ്രോഗ്രാമാണ്. ഇവിടെ മൊത്തം സ്റ്റേജൊക്കെ കെട്ടി ഭയങ്കര സെറ്റപ്പോ. വൈകിട്ട് എന്തോ പ്രോഗ്രാം ഉണ്ട് ഇവിടെ. ഇവിടെ ഇടയ്ക്ക് എംബസികളിലൊക്കെ ചില ക്രിസ്മസിൻ്റെയൊക്കെ പ്രോഗ്രാം വെക്കാറുണ്ട്. ക്രിസ്മസ്, ദീപാവലി, ഇപ്പോഴൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ ഇന്ന് ചാണക്യപുരിയിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഡിസംബർ 21 ശനിയാഴ്ചയാണ്. ഇപ്പോൾ സമയം 10 മണിയായി. ഇന്നലെ മൊബൈൽ ചാർജ് ആവാത്തതുകൊണ്ട് ഇന്നലെ 3 മണിക്ക് റൈഡ് നിർത്തേണ്ടി വന്നു. ഞാൻ വിചാരിച്ച് ബാറ്ററി അടിച്ച് പോയായിരിക്കുന്നു, പക്ഷേ ആ ചാർജിങ് കേബിളിൻ്റെ പ്രശ്നമായിരുന്നു. വേറെ കേബിളിൽ നിന്ന് ചാർജ് ചെയ്തപ്പോൾ ചാർജ് ആവുന്നുണ്ട്. രാവിലെ നല്ല തണുപ്പുണ്ടല്ലോ. ഈ പ്രാവശ്യം ഡൽഹിയിൽ തണുപ്പ് അധികം ഇല്ലെന്ന് തോന്നുന്നു. ഇതുവരെ എനിക്കൊരു തണുപ്പ് നല്ലപോലെ ഫീൽ ചെയ്തിട്ടില്ല. റൂമിനകത്താണെങ്കിലും നല്ലപോലെ തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ ജനുവരി ആകുമ്പോഴത്തേന് തണുപ്പ് കൂടുമെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഊബറിൻ്റെ ആപ്പ് ഒരു അൽഗോരിതമാണ്. ഇപ്പോൾ 100 റൈഡ് ക്യാൻസൽ ചെയ്യാതെ ഓടിയാലും നമുക്ക് കൂടുതൽ റൈഡ് കിട്ടും. പക്ഷെങ്കിൽ എനിക്ക് ക്യാൻസലേഷൻ റേറ്റ് കൂടുതലാണ്. 23% കൊണ്ടാണ് എൻ്റെ ക്യാൻസലേഷൻ റേറ്റ്. 100 ട്രിപ്പിൽ 23 ട്രിപ്പോളം ഞാൻ അവസാനത്തെ 100 ട്രിപ്പിൽ 23 ട്രിപ്പോളം ഞാൻ ക്യാൻസൽ ചെയ്യും. കാരണം നേരത്തെയൊക്കെ ആണെങ്കിൽ ഊബർ ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഇതിനുള്ളിലുള്ള ട്രിപ്പേ നമുക്ക് തരത്തുള്ളായിരുന്നു. ഇപ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ, ചിലപ്പോൾ 4 കിലോമീറ്ററൊക്കെ ട്രിപ്പ് ലോങ് പിക്കപ്പ് വരും. അപ്പോൾ ഇത് മാച്ചിങ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഞാൻ വേറെ ആരും എടുക്കുന്നതിന് മുമ്പ് എടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. ഡ്രോപ്പിംഗ് ലൊക്കേഷൻ മാത്രം നോക്കിയിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കത്തില്ല. ചിലപ്പോൾ നോക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പം ലോങ് പിക്കപ്പ് ആണെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് വിടും. ചിലപ്പോൾ കൺജസ്റ്റഡ് ഏരിയ എന്നൊക്കെ പിക്കപ്പ് എങ്കിൽ ക്യാൻസൽ ചെയ്ത് വിടും. അതാണ് എനിക്ക് പറ്റുന്നത്. അങ്ങനെ ക്യാൻസലേഷൻ റേറ്റ് കുറവാണെങ്കിൽ നമുക്ക് റേറ്റും കൂടുതൽ തരുമെന്ന് തോന്നുന്നു ഊബർ. JBMൻ്റെ ഇലക്ട്രിക് വണ്ടി. സേ നോ ടു ഡ്രഗ്സ്. ഇപ്പോൾ എല്ലാ ബസ്സിൻ്റെയും പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഡൽഹിയിൽ മരുന്നടി കൂടുതലാണെന്ന് തോന്നി ഇപ്പോൾ എല്ലാവരും. നശാമുക്ത് ദില്ലി, നശോं को नहीं खुशहाल जीवन को चुनो. എന്നുവെച്ചാൽ ലഹരിയെ തിരഞ്ഞെടുക്കാതെ സന്തോഷമുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കൂ, അതാണ് എൻ്റെ അർത്ഥം. ലഹരിമുക്ത ദില്ലി. ശനിയാഴ്ച ബാറിൻ്റെ ഒക്കെ അങ്ങോട്ട് പോയാൽ മതി ലഹരിയുടെ കാണണമെങ്കിൽ. ഇവിടെ ഈ നൈജീരിയൻസൊക്കെ ഒത്തിരി പേരുണ്ട് ഇവിടെ, മെഹ്റോളി ഏരിയയിലൊക്കെ. അവർക്കൊക്കെ ഇതിൻ്റെയൊക്കെ പരിപാടിയാണ്. ഉത്തം നഗറിലൊക്കെ ഇഷ്ടം പോലെ നൈജീരിയൻസാണ്. അവിടെയൊക്കെ ഈ ഇലക്ട്രിക് റിക്ഷയുണ്ട്, ഇലക്ട്രിക് റിക്ഷ. അവിടുത്തെ ഒരു മലയാളക്കടയിലെ ആൾ പറഞ്ഞു എന്നോട്, ഇലക്ട്രിക് റിക്ഷ ഓടിക്കുന്നവരൊക്കെ ഇത് അടിച്ചിട്ടാ, മരുന്നടിച്ചിട്ടാ ഓടിക്കുന്നതെന്ന്. ഈ പെട്രോൾ അടിക്കാൻ നോക്കും. സൈക്കിളുകാരൻ കൊണ്ട് കയറ്റിയാണ്. ഇപ്പോൾ പെട്രോളില്ല രാവിലെ. $290 290. അങ്ങനെ നമുക്കിന്നെന്താ ഫസ്റ്റ് റൈഡ് കിട്ടി. 74 രൂപയുടെ ട്രിപ്പ്. ടീച്ചേഴ്സ് കോളനി, മെഹ്റോളി, കിഷൻഗഡാന്ന് തോന്നുന്നു. കിഷൻഗഡിലേക്ക് മിസ്റ്റർ ധീരജ് കമ്മിങ്. ധീരജ് വരുന്നുണ്ട് പറയുന്നു. 9742. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് പിക്കപ്പ് ചെയ്തു. 8.6 കിലോമീറ്റർ 18 മിനിറ്റ്.
ഇന്നലത്തെ പോലീസുകാരൻ ഇന്നിവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. പിച്ചക്കറോ രാവിലെ ഈ റോഡിൽ വന്നാൽ പിന്നെ ഇതാണ് പ്രശ്നം. ഫുള്ള് ജാമായി. ആ ഒരൊറ്റ ഓട്ടക്കാരൻ കാരണം ഇത്രയും ജാമായി. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 71 രൂപയാണ് 8 കിലോമീറ്റർ കിട്ടിയ ഫസ്റ്റ് ട്രിപ്പിന്. ഈ ട്രിപ്പ് ക്ലോസ് ചെയ്ത ഉടനെ തന്നെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി സരോജിനി നഗറിന്. ഈ ഒരു റൂട്ടിലുണ്ടല്ലോ കണ്ടിന്യൂ ഇങ്ങനെ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. 70 രൂപ 80 രൂപ ട്രിപ്പ് ഈ ഒരു റൂട്ടിൽ കിട്ടുന്നത്. പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഒരു 10 ട്രിപ്പ് അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് അടിപൊളിയാണ്. ഹൊയ്ക്കിപ്പിൻ്റെ ട്രിപ്പാണ് നെക്സ്റ്റ്. ഇന്നലെ ഒരു ചിരിക്കുടുക്ക കയറിയിട്ട് പുള്ളിക്കാർ ഭയങ്കര കമ്പനിയായിരുന്നു. അതിനെ കൊണ്ടുപോയ റൂട്ടാണ് ഒടുക്കത്തെ ജാമ്. പിന്നെ പുള്ളിക്കാർ കമ്പനി ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ കൊണ്ടുവിട്ടു. അല്ലേ വേറെ ആരും ഇറങ്ങിയിട്ട് അവിടെ വെച്ച് ഇടയ്ക്ക് വെച്ച് ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് പോകുന്നതിന്. കാരണം ഒരു 300-400 മീറ്റർ പോകാനേ ഉള്ളൂ. പക്ഷേ അത് ഒത്തിരി സമയമെടുത്തു. കൊൽക്കത്തയിൽ നിന്നുള്ള തീർത്ഥാടകർ വന്നിട്ട് ഇന്നലെ വെള്ളിയാഴ്ച കൊണ്ടല്ലായിരുന്നു. അപ്പം അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ട് അവിടെ ഭയങ്കര ആ റോഡ് ഭയങ്കര ജാമായിരുന്നു. അവരെല്ലാ വർഷവും വരുന്നത് ഇങ്ങനെ. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ കൊൽക്കത്തയിൽ നിന്നുള്ള ആൾക്കാർ. കമോൺ. അങ്ങനെ ഇന്നത്തെ സെക്കൻഡ് ട്രിപ്പും പിക്കപ്പ് ചെയ്തു. 8.7 കിലോമീറ്റർ ഉണ്ട്. 22 മിനിറ്റ്. രാവിലെ തന്നെ പൊടിയടിക്കാതിരിക്കാൻ കൊണ്ട് വെള്ളം ഒഴിച്ച് ചെളിയാക്കി ഇട്ടിട്ടുണ്ട്. മരിയൻ കേരള സ്റ്റോർ. ഈ ജിമ്മിൽ കൊള്ളാമല്ലേ, നൈസ് ലുക്ക്. ഇതിനെന്താ ഒരു പ്രത്യേകത? यहीं पे आ गए थे ना। उधर चलो भैया, मार्केट कहाँ है? मार्केट है ना, इधर से भी जा सकते हो, वहाँ से भी जा सकते। चलो भैया. അങ്ങനെ നമ്മൾ സരോജിനി നഗർ മാർക്കറ്റിലെത്തി. അങ്ങനെ ഹൊയ്ക്കിപ്പിൻ്റെ ട്രിപ്പ് കഴിഞ്ഞു. ഈ ട്രിപ്പിന് എത്ര കിട്ടി നമുക്ക്? ഈ ട്രിപ്പിന് 72 കിട്ടി. 8 കിലോമീറ്റർ 72. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് 143 രൂപ കൂടി. 143. അങ്ങനെ സരോജിനി നഗർ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഓട്ടോ ഒന്നും കിട്ടത്തില്ല. ഇപ്പം ട്രിപ്പൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ മൂവായി സബ്ദർജംഗിന് അങ്ങോട്ട് പോകാം. അവിടെ നിന്ന് ഓട്ടം വരും. അങ്ങനെ ഇതുവരെ ഞാൻ ഊബറിൽ 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 190 രൂപയ്ക്ക് ഓടി. ഓലായിൽ 1 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 42 രൂപ. 2 കിലോമീറ്ററിന് ഓല 42 രൂപ വന്നു. അപ്പം ഞാൻ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് അടിച്ചീനി വന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് പൊടി എത്ര അവിടുന്ന് കത്വാരിയ സറായി വന്നു. ഇവിടെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് GK2 കിട്ടിയിട്ടുണ്ട്. കത്വാരിയ സറായിലെത്തി നമ്മളിപ്പോൾ. ഓ ഇതെന്ത് പോന്നെ.
എവിടെയെങ്കിലും നമ്മൾ ചെന്ന് അന്തരം എന്തെങ്കിലും വള്ളിക്കെട്ട് കാണും മുമ്പിൽ. ഞങ്ങൾ ഗലിയുടെ അങ്ങേറ്റമാണല്ലോ ഈ ഒരു പിക്കപ്പ്. ആ 5306 5306 बैठे बैठे ये थोड़ा जल्दी चला लेना प्लीज. तीन सौ 50. अच्छा डन डन हो गया. അങ്ങനെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു. ഊബറിൽ 50 റുപ്പീസ്. GK2 എം ബ്ലോക്ക് മാർക്കറ്റിലെത്തി നമ്മളിപ്പോൾ. GK2 എം ബ്ലോക്ക് മാർക്കറ്റ് മിനി കൂപ്പർ. നമുക്കിനി മുകളിലങ്ങനെ പോയി നിൽക്കാം. ഇവിടുന്ന് ട്രിപ്പ് വല്ലതും വരുമായിരിക്കും, നോക്കാം. അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് GK2 പോയി അവിടുന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ അടുത്ത ട്രിപ്പ് കിട്ടി ഫോസ്കാസ് മെട്രോയിലേക്ക്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഫോസ്കാസിലേക്ക് ട്രിപ്പ് കിട്ടിയാൽ നല്ലതായിരിക്കും. അപ്പം തന്നെ ട്രിപ്പ് കിട്ടി ഫോസ്കാസ് മെട്രോയിലേക്ക്. ഫോസ്കാസ് മെട്രോയിൽ വന്ന് നമ്മളിപ്പം ഒരു 5 മിനിറ്റ് ഇവിടെ നിന്നപ്പം നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഗുൽമോഹർ പാർക്ക്. കുറച്ച് മുമ്പേ ഇതുവഴി പോയപ്പോൾ എന്നോ ജാമായിരുന്നു ഈ റോഡ്. പോലീസുകാർ വണ്ടി പിടിച്ചിട്ടേക്ക് വരുന്നത് ആരോ VIP പോകാൻ വേണ്ടി. ഗേറ്റ് നമ്പർ 4 നിന്നാണല്ലോ അടുത്ത ട്രിപ്പ്. ദേവാൻഷി പാവം അപ്പച്ചൻ്റെ ചെറിയ കട കണ്ട ഗുഡ്ഖ ഖൈനിയ മൊത്തം. ഓ ഇപ്പം ഇതിനകത്ത് നമ്മുടെ എക്സ്ട്രാ ടൈം ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ വെയിറ്റിങ്ങിൻ്റെ ഇപ്പോൾ 1 മിനിറ്റ് 46 സെക്കൻഡും എക്സ്ട്രാ വെയിറ്റ് ചെയ്ത് ഞാനിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഓടിക്കൊണ്ടിരിക്കുക എക്സ്ട്രാ ടൈം. നമുക്ക് നേരത്തെ ക്യാൻസലേഷൻ ചാർജായിരുന്നു, ഇപ്പം എക്സ്ട്രാ ടൈമാണെന്ന് തോന്നുന്നു. അവിടെയാണോ വന്നിറങ്ങിയത്? 35 5 അങ്ങനെ ഇതുവരെ ഊബറിൽ 14 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ. ഊബറിൽ ടോട്ടൽ 614 രൂപയ്ക്ക് ഓടി. ഓലായിൽ 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. $92 രൂപയ്ക്ക് ഓടി. അങ്ങനെ ടോട്ടൽ 706 രൂപയ്ക്കാണ് ഇതുവരെ ഓടിയത്. വണ്ടി ഇന്ന് കറക്റ്റ് 101 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ എത്ര രൂപയുടെ പെട്രോളായി? 170 രൂപയുടെ പെട്രോളായി. അപ്പോൾ 170 രൂപയുടെ പെട്രോൾ പോയിട്ട് നമുക്ക് 5 മണിക്കൂർ കൊണ്ട് 530 രൂപയാണ് ഇന്നത്തെ ബാലൻസ് കിട്ടിയേക്കുന്നത്. അപ്പം ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.